മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ UNA നഴ്സുമാർ കൂകിയ ദൃശ്യം പുറത്തേക്ക് വരികയാണ്. ഇതേ നോക്കി. കണ്ടല്ലോ, നമ്മൾ ഒരാൾക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം വേണം. സ്വകാര്യ നഴ്സുമാരുടെ സമരത്തെക്കുറിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എവിടെയെങ്കിലും എന്തെങ്കിലും എതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞു? ആ സമരത്തെക്കുറിച്ച്, ആ പ്രതിഷേധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാട്ടിത്തരാൻ പറ്റും? ഇല്ലല്ലോ. അപ്പോൾ ആ സമരത്തെ ഒരിക്കലും നിരാകരിച്ച വ്യക്തിയല്ല മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. എന്നാൽ UNA സമരം പ്രഖ്യാപിച്ചു. എവിടെ ജോലി ചെയ്യുന്ന, സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ മുസ്ലിം വിരുദ്ധരായിട്ടുള്ള ഒരു വിഭാഗം കാസക്കാരും പിന്നീട് കോൺഗ്രസ്സുകാരും BJPക്കാരുമാണ് ആ സമരത്തിന് പിന്നിൽ ജാസ്മിൻ ഷാ എന്ന വ്യക്തിയെ സ്പോൺസർ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന കുറേയേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ അവർക്ക് കിട്ടിയ ചാവേറാണ് ജാസ്മിൻ ഷാ. ആ ചാവേറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പലയിടങ്ങളിലും സമരം നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നഴ്സുമാർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന കാര്യത്തിൽ വസ്തുതയുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാത്ത മാനേജ്മെന്റ് നടപടി ശരിയല്ല തന്നെ. ഒരിക്കലും അതിനെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാരും ആ സമരത്തെ നിരാകരിച്ചിട്ടില്ല. പക്ഷേ സ്വകാര്യ മാനേജ്മെന്റാണ് അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കിലേക്ക് വരുമ്പോൾ 24 മണിക്കൂറിനകം അവരുടെ ശമ്പള വർധന ആവശ്യം ന്യായമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് 800 ബെഡ് വരെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ മിനിമം 40,000 രൂപ ശമ്പളം കൊടുക്കണമെന്ന ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കി കൊടുത്തു. ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാനേജ്മെന്റുകളോട് സർക്കാർ ഉത്തരവായിട്ട് ആ ഒരു കാര്യം ആവശ്യപ്പെടുക എന്നുള്ളത്. ഇനി ചെയ്തില്ലെങ്കിൽ അത് കോടതികളിലേക്കാണ് പിന്നെ പോകേണ്ടത്. അല്ലാതെ സർക്കാരിന് അവിടെ കയറി അടിക്കാനും തല്ലിത്തകർക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇവർ ഉന്നയിച്ച ആവശ്യത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചതിന് ശേഷവും കോഴിക്കോട് മാനാഞ്ചിറ റോഡിന്റെ ഉദ്ഘാടനം അത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതും അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിച്ചതാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ